വേഴ്സറ്റൈൽ. എന്ത് രസമുള്ള വാക്കാണല്ലേ. ഒരുപക്ഷെ ഓരോ ആക്ടറും കേൾക്കാൻ കൊതിക്കുന്ന വിശേഷം. ഓരോ സ്ക്രിപ്റ്റ് കേൾക്കുമ്പോഴും ഓരോ കഥാപാത്രത്തെ പരിഗണിക്കുമ്പോഴും എന്തായിരിക്കും ഞാൻ ആഗ്രഹിക്കുക? ഇത് ഡിഫറെൻ്റ് ആയിരിക്കണം, എനിക്ക് മാത്രം ചേരുന്ന ഒന്നാവണം, എന്തെങ്കിലുമൊക്കെ പുതുമ വേണം, ആളുകൾക്ക് ഇഷ്ടമാവണം, ലോകം പറയണം, വാ versatile, something never seen before. നിങ്ങളും അത് തന്നെയല്ലേ ആഗ്രഹിക്കുക? സ്പെഷ്യൽ മൊമെന്റ്സിന് വേണ്ടി ജ്വല്ലറി തിരഞ്ഞെടുക്കുമ്പോൾ നെവർ സീൻ ബിഫോർ ഡിസൈൻസ്, നിങ്ങളുടെ സ്നേഹത്തോളം പ്യോർ ആൻഡ് പ്രഷ്യസ്, ഹൃദയം തൊട്ടറിഞ്ഞുള്ള സർവീസ്. വഴിയോര കച്ചവട തൊഴിലാളി ഫെഡറേഷൻ മേഖലാ ജാഥയ്ക്ക് ഒറ്റപ്പാലത്ത് സ്വീകരണം നൽകി. ഒറ്റപ്പാലത്ത് നടന്ന സമാപന സമ്മേളനം CITU ജില്ലാ വൈസ് പ്രസിഡന്റ് EN സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു. ഉപജീവനത്തിനായി വഴിയോരത്തെ വിവിധ കച്ചവടങ്ങളും തൊഴിലും ചെയ്യുന്ന തൊഴിലാളികളുടെ തൊഴിൽ സംരക്ഷണം ഉറപ്പാക്കുക, കയ്യേറ്റക്കാർ എന്നതിന്റെ പേരിൽ ഉദ്യോഗസ്ഥർ അന്യായമായി ഒഴിപ്പിക്കുന്ന നടപടി അവസാനിപ്പിക്കുക, ഗ്രാമപഞ്ചായത്തുകളിൽ വഴിയോര കച്ചവട തൊഴിലാളി നിയമം നടപ്പിലാക്കുക, ചെറുകിട വ്യാപാര മേഖലയെ തകർക്കുന്ന കേന്ദ്ര നിയമം തിരുത്തുക, തെരുവുകളിൽ അശാന്തി പടർത്തുന്ന വർഗീയവാദികളെ ഒറ്റപ്പെടുത്തുക എന്നീ ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ച് വഴിയോര കച്ചവട തൊഴിലാളികൾ 2025 ഫെബ്രുവരി 19, 20 തീയതികളിൽ സെക്രട്ടേറിയറ്റ് മാർച്ചും രാപ്പകൽ ധർണയും നടത്തുന്നതിന്റെ ഭാഗമായി ഫെബ്രുവരി 11 പാലക്കാട് ജില്ല സംഘടിപ്പിച്ച മേഖലാ ജാഥയ്ക്ക് ഒറ്റപ്പാലത്ത് സ്വീകരണം നൽകി. VKTF പാലക്കാട് ജില്ലാ പ്രസിഡന്റ് S കൃഷ്ണദാസ്, ജാഥ ക്യാപ്റ്റനായ പടിഞ്ഞാറൻ മേഖലാ ജാഥ തൃത്താലയിൽ നിന്ന് ആരംഭിച്ച് ഒറ്റപ്പാലത്ത് സമാപിച്ചു. ഒറ്റപ്പാലത്ത് നടന്ന സമാപന സമ്മേളനം CITU പാലക്കാട് ജില്ലാ വൈസ് പ്രസിഡന്റ് EN സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു. ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് അവരുടെ നയങ്ങൾക്ക് നിലപാടുകൾക്ക് ഒരു വ്യത്യാസം ഉണ്ടാവില്ല. അങ്ങനെ ധരിക്കണ്ട. അവർ കൂടുതൽ ഇത്തരം വർഗീയത നാട്ടിൽ നടപ്പിലാക്കാനുള്ള ശക്തമായ നിലപാട് സ്വീകരിക്കും. നയങ്ങൾ, ജനവിരുദ്ധ നയങ്ങൾ നടപ്പിലാക്കും, തൊഴിലാളി വിരുദ്ധ നയങ്ങൾ നടപ്പിലാക്കും, കർഷക വിരുദ്ധ നയങ്ങൾ നടപ്പിലാക്കും, വിദ്യാഭ്യാസ രംഗം കാവ്യവൽക്കരിക്കും. ഇതെല്ലാം കണ്ടുകൊണ്ട് തന്നെ നമ്മുടെ പോരാട്ടങ്ങൾ ശക്തിപ്പെടുത്തണം. ആ പോരാട്ടങ്ങളിലൂടെ മാത്രമേ നമ്മുടെ അവകാശങ്ങൾ നിലനിർത്താൻ കഴിയുള്ളൂ, പുതിയ അവകാശങ്ങൾ നേടിയെടുക്കാൻ കഴിയുള്ളൂ. ഒറ്റപ്പാലം നഗരസഭാ ചെയർപേഴ്സൺ ജാനകി ദേവി, ജാഥ വൈസ് ക്യാപ്റ്റൻ അനിരുദ്ധൻ, ജാഥ മാനേജർ സന്തോഷ് എന്നിവർക്ക് പുറമെ വിവിധ വർഗ ബഹുജന സംഘടനാ ഭാരവാഹികളും സമാപന പൊതുയോഗത്തിൽ സന്നിഹിതരായിരുന്നു.